Good morning, all of you. കഴിഞ്ഞ ദിവസം നമ്മൾ ആവറേജ് ലെസണിലെ ലാസ്റ്റത്തെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിരുന്നത്. 8th പ്രോബ്ലം, പേജ് നമ്പർ 25 8th പ്രോബ്ലം ആയിരുന്നു. അതിൽ എയും ബിയും ചെയ്തു, സി നിങ്ങളോട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. എന്ത്? ഒരു ഗ്രൂപ്പിൽ ആകെ 10 കുട്ടികളായിരുന്നു. അവരുടെ ശരാശരി ഭാരം 34 കിലോഗ്രാം ആയിരുന്നു. പുതിയ കുട്ടി വന്നപ്പോഴും അവരുടെ ആവറേജ് വെയിറ്റ് 34 ആണ് എങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ വെയിറ്റ് എത്ര എന്ന ഹോംവർക്ക് തന്നിരുന്നു. അപ്പൊ സ്റ്റെപ്പൊക്കെ നിങ്ങൾ എഴുതി. ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയ ഐഡിയ പറഞ്ഞു തന്നിരുന്നു. അതിനനുസരിച്ച് സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് നമ്മളിത് ആൻസർ മാത്രം എഴുതണം കേട്ടോ. നിങ്ങൾ സ്റ്റെപ്പൊക്കെ എഴുതിയിട്ടേ ചെയ്യാവൂ. 10 കുട്ടികളുടെ ആകെ ഭാരം നമ്മൾ കണ്ടെത്തി. അതായത് ആവറേജ് 34 തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് എ ടോട്ടൽ വെയിറ്റ് ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ അല്ലേ. അപ്പൊ 10 ഇൻറ്റു 34 ദാറ്റ്സ് ഈക്വൽ ടു 340 kg എഴുതി. ഇനി പുതിയ കുട്ടി വന്നപ്പോൾ കുട്ടികളുടെ എണ്ണം 11 ആയി. ആവറേജ് വെയിറ്റ് 34 തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 11 ഇൻറ്റു 34 ദാറ്റ്സ് ഈക്വൽ ടു 374 kg എന്ന് എഴുതി. അപ്പോ പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം കണ്ടെത്താൻ അല്ലെങ്കിൽ വെയിറ്റ് കണ്ടെത്താൻ 11 കുട്ടികളുടെ ആകെ വെയിറ്റിൽ നിന്ന് 10 കുട്ടികളുടെ ആകെ വെയിറ്റ് കുറച്ചു. അതന്നെയാണ് നമ്മൾ എയും ബിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 374 മൈനസ് 340 ദാറ്റ് ഇസ് ഈക്വൽ ടു 34 kg എന്നുള്ള ആൻസർ കിട്ടിയല്ലോ. എല്ലാവർക്കും കിട്ടിയതല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് 34 ആണ് ആൻസർ കിട്ടേണ്ടത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 25 26 ഈ ബോക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ ബോക്സ് പേജ് നമ്പർ 25 ബോക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ 26 ക്വസ്റ്റ്യൻ നോക്കൂ. Write any 5 consecutive natural numbers and find their sum. Does the middle number have any relation with the sum? Sum എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആവറേജ് ആണ് കേട്ടോ. തുടർച്ചയായി 5 എണ്ണൽ സംഖ്യകൾ എഴുതി നോക്കി അവയുടെ മധ്യത്തിലെ സംഖ്യയ്ക്ക് അവയുടെ ശരാശരിയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ടുള്ള സംഖ്യകളൊന്ന് എഴുതി നോക്കി നോക്കാം എങ്ങനെയാ വരിക എന്നുള്ളത്. അതായത് 1 2 3 4 5 തുടർച്ചയായിട്ടുള്ള 5 സംഖ്യകൾ നമ്മൾ എഴുതി അല്ലെ. 1 2 3 4 5 സമ്മ് കണ്ടെത്തി. സമ്മ് കണ്ടെത്തുക എങ്ങനെയാ? ഇതെല്ലാം കൂടി കൂട്ടല്ലേ. 1 + 2 + 3 + 4 + 5 that is equal to 3 + 3 6 10 15 ആണോ വരുന്നത്? 15 അല്ലേ സമ്മ് വരണേ. ഇനി ആവറേജ് നോക്കി നോക്കൂ. ആവറേജ് സമ്മുമായി ബന്ധമുണ്ടോ എന്നാണ് ടെക്സ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ആവറേജുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം കേട്ടോ. അത് ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ. അപ്പൊ സം ഓഫ് നമ്പേഴ്സ് 15 ആണ്. ടോട്ടൽ നമ്പർ എത്രയാ? 5. ദാറ്റ്സ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. എന്തെങ്കിലും ബന്ധമുണ്ടോ? ആവറേജും തന്നിരിക്കുന്ന സംഖ്യയിലെ നടുവിലത്തെ സംഖ്യയും തമ്മിൽ, നടുവിലത്തെ സംഖ്യ ഏതാ? 3 ആയിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? തുല്യല്ലേ വരണേ. അതായത് സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, അതാണ് ടീച്ചർ ഇനി പറയുന്നതാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. സംഖ്യകളുടെ എണ്ണം തുടർച്ചയായ സംഖ്യകളാവണം. ഒപ്പം തന്നെ സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യയാണെങ്കിൽ അവയുടെ ശരാശരി എന്ന് പറയുന്നത്, അതായത് ആവറേജ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളിലെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും അതിന്റെ ആവറേജ് വരിക. നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കി നോക്കുക. 2 കണ്ടീഷനേ ഉള്ളൂ. എന്ത്? സംഖ്യകൾ തുടർച്ചയായ സംഖ്യകളാവണം. അതുപോലെ തന്നെ സംഖ്യകളുടെ എണ്ണം എന്താവണം? ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യയാവണം. അങ്ങനെയാണെങ്കിൽ എന്താണ്? നടുവിലത്തെ സംഖ്യ ആയിരിക്കും അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് ജസ്റ്റ് നോട്ടായിട്ട് എഴുതാൻ പോകുന്നു കേട്ടോ. എന്ത്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആൻഡ് ആവറേജ് ഹെഡിങ് എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് ഏതാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ ചോദ്യം ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്ഥലം കിട്ടുള്ളൂ. പേജ് നമ്പർ 26 ഈ ബോക്സ് മൊത്തമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. ഇതിന്റെ ആൻസർ ആണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. ഇത് ചോദ്യം ഇതല്ല, ഇത് മൊത്തമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇത് എഴുതാനുള്ള സ്ഥലം വിട്ടുള്ളൂ. ആൻസർ ആണ് ഇപ്പൊ എഴുതാൻ പോകുന്നത്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആൻഡ് ആവറേജ്. Consecutive numbers and average. Consecutive numbers and average. തുടർച്ചയായ എണ്ണൽ സംഖ്യകളും
തുടർച്ചയായ എണ്ണൽ സംഖ്യകളും ശരാശരിയും ഇനി എഴുതാടിയില് കൺസിഡർ 3 consecutive natural numbers. 3 consecutive natural numbers. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളാണെങ്കിൽ ഇവിടെ എഴുതാ നമ്പേഴ്സ് അപ്പുറത്തോ ആവറേജ്. മലയാളം മീഡിയംകാരൻ എന്ത് എഴുതണം? സംഖ്യകൾ ശരാശരി എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ഈ നമ്പറുകൾ എഴുതുകയാണ് 1 2 3 തുടർച്ചയായ സംഖ്യകളാണ്. സംഖ്യകളുടെ എണ്ണം എന്താണ്? ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. അപ്പൊ ആവറേജ് എന്താ വരിക? ടീച്ചർ പറഞ്ഞതനുസരിച്ച് നടുവിലത്തെ സംഖ്യയായിരിക്കും. നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നടുവിലത്തെ സംഖ്യയായിരിക്കും ആവറേജ് വരുന്നത്. 2 അല്ലേ വരിക? അതുപോലെ അടുത്ത ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. 2 3 4 ഇതിന്റെ ആവറേജ് എന്ത് വരും? 3. ഇനിയോ 3 4 5 എഴുതി നോക്കാം നമുക്ക്. ഇതിന്റെ എന്താ വരിക? 4. ഒപ്പം തന്നെ എഴുതി പോവാട്ടാ. അതുപോലെ 4 5 6 എന്ത് വരും? 5. അങ്ങനെ കുറെ എഴുതി പോയി കൂടെ നമുക്ക്. 5 6 7 എഴുതാണെങ്കിൽ എന്ത് വരും? 5 6 7 വരികയാണെങ്കിൽ എന്താ വരിക? 6. അതായത് സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ആവറേജ് നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ഇനിയിപ്പോ ഇത് 3 അല്ല, ഇനി തുടർച്ചയായിട്ടുള്ള സംഖ്യകള് 5 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് മാർക്കിയാണ്. ഇത് എഴുതി കഴിയുമല്ലോ. ഇനി മാർക്കിയാണ് നമ്മള്. അപ്പം നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഇത് എഴുതാം. കൺസിഡർ 5 consecutive natural numbers. നിങ്ങൾ എഴുതാം. ടീച്ചർക്ക് മാറ്റി എഴുതിയെന്നുള്ളൂ കേട്ടാ. നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണേ. കൺസിഡർ 5 consecutive natural numbers. ഇനി അടുത്ത ഓഡ് നമ്പർ എന്താ? ഓഡ് നമ്പറുകളൊക്കെ ഏതാ? ഒറ്റ സംഖ്യകള്. 1 3 5 7 9 11 അതൊക്കെ അല്ലേ ഒറ്റ സംഖ്യകള്. 2 4 6 8 10 അത് ഇരട്ട സംഖ്യകളുമാണ്. അപ്പോ നിങ്ങൾ എഴുതാ കൺസിഡർ. അടുത്തത് അതിൽ നമ്മളിപ്പോ എഴുതിയതിന്റെ താഴെ എഴുതാ കൺസിഡർ 5 consecutive natural numbers. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാ. മലയാളം മീഡിയംകാര് സംഖ്യകൾ നമ്പേഴ്സ്, അപ്പുറത്ത് ആവറേജ്. നമ്മളൊന്ന് എഴുതി നോക്കി നോക്കുക. ആവറേജ് ശരാശരി. നമ്മുടെ സംഖ്യകൾ എഴുതി 1 2 3 4 5. സംഖ്യകളുടെ എണ്ണം 5 അല്ലേ വരണേ? അപ്പൊ നടുവിലത്തെ സംഖ്യ ഏതാ വരുന്നത്? ഇവിടെ 3. ആവറേജ് 3. ചെയ്ത് നോക്കി നോക്കാമല്ലോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. 2 3 4 5 6. സംഖ്യകളുടെ എണ്ണം എണ്ണി നോക്കി. ഓഡ് നമ്പർ ആണ്. തുടർച്ചയായ സംഖ്യകളാവുമ്പോൾ നടുവിലത്തെ സംഖ്യ ആയിരിക്കും ആവറേജ് വരുന്നത്. ഒരെണ്ണം കൂടി എഴുതി നോക്കാം. 3 4 5 6 7. എന്താ വരുന്നത്? 5 അല്ലേ നടുവിലത്തെ സംഖ്യ വരണേ അല്ലേ? അപ്പൊ ആവറേജ് 5 ആണ് വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ ഉണ്ടാക്കിക്കൂടെ? ഈ പറഞ്ഞത് തന്നെ എന്ത്? സംഖ്യകൾ തുടർച്ചയായാൽ സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ നടുവിലത്തെ സംഖ്യ ആയിരിക്കും അതിന്റെ ആവറേജ് വരുന്നത്. അപ്പൊ അങ്ങനെ എഴുതാം നമുക്ക്. എന്താ എഴുതുക? എന്താണ് കൺക്ലൂഷൻ ആയിട്ട് എഴുതുക? If the number of consecutive natural numbers is an
numbers is an odd number. Odd number. Their average is the middle number. ഒന്ന് നടുവിൽ ഒന്ന് വരച്ചു. സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ അവയുടെ ആവറേജ് തുടർച്ചയായ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ തുടർച്ചയായ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അവയുടെ ശരാശരി നടുവിലത്തെ സംഖ്യയായിരിക്കും. നടുവിലത്തെ അഥവാ മധ്യത്തിലുള്ള സംഖ്യയായിരിക്കും. എഴുതി കഴിഞ്ഞോ? തുടർച്ചയായ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അവയുടെ ശരാശരി നടുവിലത്തെ മധ്യത്തിലുള്ള സംഖ്യ ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി പൊതുവെ സംശയം വരാം, ടീച്ചർ ഓഡ് നമ്പർ ഒറ്റ സംഖ്യയുടെ കാര്യമല്ലേ പറഞ്ഞേ, ഇനി ഇരട്ട സംഖ്യ വന്നു വെച്ചാൽ എന്താ ചെയ്യാ? നമുക്ക് നോക്കി നോക്കാം. ഇരട്ട സംഖ്യ വരണേ നോക്കൂ. 1, 2, 3, 4 സംഖ്യകളുടെ തുടർച്ചയായ സംഖ്യ തന്നെയാണ്. പക്ഷെ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ് വരുന്നത് എങ്കിൽ അവയുടെ ശരാശരി എന്താ വരിക നോക്കുക. അപ്പൊ ആദ്യം സം ഓഫ് നമ്പേഴ്സ് ബൈ ആവറേജ് അല്ല വരണേ. സമ്മ കണ്ടെത്തി. 1 + 2 + 3 + 4 അല്ലേ വരണേ. 1, 2, 3, 4 എത്ര വരിക? 10. 10 അല്ലേ കൂട്ടുമ്പോ വരിക. അപ്പൊ ആവറേജ് നോക്കി നോക്കാം. ആവറേജ് is equal to എന്താ വരിക? സം ഓഫ് നമ്പേഴ്സ് 10 / ടോട്ടൽ നമ്പർ 4. 10നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും? 10 divides 4. 2 4s are 8. Subtract 2. ഇനി എന്താ പോയിന്റ് ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യാറില്ലേ? റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടു, ഉടനടി ഇവിടെ പോയിന്റ് ഇട്ടു. വെറുതെ ഒരു 0 ഇട്ടാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണ്ടേ? അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു 0 ഇടുമ്പോൾ അതേപോലെ തന്നെ ആ സ്ഥാനത്ത് പോർഷൻ സൈഡിൽ ഒരു പോയിന്റ് ഇടാം. പിന്നെന്താ സാധാരണ പോലെ ഡിവൈഡ് ചെയ്യുക. 20 divides 4 is 5. 20. Then we got it average is 2.5. അതായത് ആവറേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഇപ്പൊ നടുവിലത്തെ സംഖ്യ നമുക്ക് പ്രത്യേകമായിട്ട് എടുക്കാൻ പറ്റില്ല. ഈവൺ നമ്പർ ആകുമ്പോൾ, ഓഡ് നമ്പർ ആകുമ്പോൾ കൃത്യമായിട്ട് നടുവിലത്തെ സംഖ്യ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈവൺ നമ്പറാണ് സംഖ്യകളുടെ എണ്ണമെങ്കിൽ നടുവിലത്തെ സംഖ്യ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം കൂടി എടുക്കേണ്ടി വരും അല്ലേ? അപ്പോ നമുക്കിപ്പോ കിട്ടിയ ആവറേജ് എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകളുടെയും കൂടെ തുകയുടെ പകുതിയായിരിക്കും. അഥവാ ഈ രണ്ട് സംഖ്യകളുടെയും ആവറേജ് ആയിരിക്കും. 2ന്റെയും 3ന്റെയും ആവറേജ് ആയിരിക്കും നമുക്ക് കിട്ടിയ ഈ സംഖ്യകളുടെ ആവറേജ് ആയിട്ട് വരുന്നത്. ഈ നടുവിലുള്ള ഈ രണ്ട് സംഖ്യകളുടെയും തുകയുടെ പകുതി എന്ന് പറയാം. അല്ലെങ്കിൽ ഈ നടുവിലുള്ള രണ്ട് സംഖ്യകളുടെയും ആവറേജ് ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് 4 സംഖ്യകളുടെയും ആവറേജ് ആയി കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോ ഈവൺ നമ്പർ ആണെങ്കിൽ നടുവിലത്തെ സംഖ്യകളുടെ ആവറേജ് ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നടുവിലത്തെ സംഖ്യകളുടെ തുകയുടെ പകുതി ആയിരിക്കും നമുക്ക് കിട്ടുക. ഓഡ് നമ്പർ ആണെങ്കിൽ ഇതൊന്നും സംശയിക്കാനില്ല, നടുവിലത്തെ സംഖ്യ ആയിരിക്കും നമ്മുടെ ആവറേജ് ആയിട്ട് വരുന്നത്. അപ്പൊ എഴുതുക. കൺസിഡർ 4 consecutive natural numbers. എഴുതട്ടാ. കൺസിഡർ 4 consecutive natural numbers. Consider 4 consecutive natural numbers. തുടർച്ചയായ 4 സംഖ്യകളും തുടർച്ചയായ
4 സംഖ്യകൾ തുടർച്ചയായ 4 സംഖ്യകളാണെങ്കിൽ എഴുതുക നമ്പേഴ്സ് സംഖ്യകൾ മലയാളം മീഡിയംകാർ എഴുതുക ആവറേജ് അഥവാ മലയാളം മീഡിയംകാർ എന്തെഴുതും ശരാശരി. അപ്പൊ എഴുതിയതാ 1 2 3 4 ഇവയുടെ ആവറേജ് എന്താ വരിക? നടുവിലത്തെ സംഖ്യകളുടെ ആവറേജ് അല്ലേ വരിക? 2 + 3/2 നടുവിലത്തെ സംഖ്യകളുടെ ആവറേജ്. നടുവിലത്തെ സംഖ്യകൾ ഏതൊക്കെയാ? 2 3. അവയുടെ തുക ബൈ എണ്ണം. എത്രയാ? 2 സംഖ്യകളല്ലേ എടുക്കണേ? അവയുടെ എണ്ണം 2. അല്ലെങ്കിലോ നടുവിലത്തെ സംഖ്യകളുടെ തുകയുടെ പകുതി എന്ന് വിചാരിച്ചാൽ മതി. പകുതി എന്ന് വെച്ചാൽ ഏത് സംഖ്യയുടെ പകുതി കാണാൻ എന്താ ചെയ്യുക? 2 കൊണ്ട് ഹരിക്കും. അപ്പൊ എത്ര കിട്ടുക? 5/2. 5ന്റെ പകുതി എത്രയാ? 2.5. ഈ 2 സംഖ്യകളുടെയും ഇടയിലുള്ള സംഖ്യയായിരിക്കും വരിക. ഒരെണ്ണം കൂടി എഴുതുക. 2 3 4 5. എന്താ വരിക? 3 + 4/2 7/2 അതിന്റെ എത്രയാ വരിക? 3.5 3.5. അങ്ങനെ എത്ര സംഖ്യകൾ എടുത്താലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകൂടി വേണമെങ്കിൽ എഴുതിയാലോ? 3 4 5 6. അപ്പൊ അതെന്താ വരിക? ഇതൊക്കെ കൂട്ടണം. 4 + 5/2 9/2. എത്ര വരിക? 9ന്റെ പകുതി എത്രയാ? 4.5. 4.5 4.5 എന്നുള്ളത് തന്നെയാണ് 4.5 അറിയാലോ. ഓക്കെ, ഇനി ഇതിന്റെ കൺക്ലൂഷൻ എഴുതിയാലോ? യെസ്, കൺക്ലൂഷൻ എഴുതാം. എന്താണ് കൺക്ലൂഷൻ വരുന്നത്? If the number of consecutive natural numbers, if the number of എഴുതുന്നത് പെട്ടെന്ന് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ പറയുന്നത് കേട്ടോ, അതോടൊപ്പം എഴുതി പോവാ. If the number of consecutive natural numbers, if the number of consecutive natural numbers is an even number, their average is the average of the middle two numbers. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ അവയുടെ ശരാശരി നടുവിലത്തെ രണ്ട് സംഖ്യകളുടെ ശരാശരി ആയിരിക്കും. നടുവിലത്തെ രണ്ട് സംഖ്യകളുടെ ശരാശരിയാകും. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് സംഖ്യകളെ തുടർച്ചയായിട്ടാവുക, സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണെങ്കിൽ നടുവിലത്തെ സംഖ്യ ആയിരിക്കും അതിന്റെ ശരാശരി.
ഇനി സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ഇരട്ട സംഖ്യയാണെങ്കിൽ നടുവിൽ വരുന്ന രണ്ട് സംഖ്യകളുടെ ശരാശരി ആയിരിക്കും അതിന്റെ ശരാശരിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നടുവിലത്തെ സംഖ്യകളുടെ തുകയുടെ പകുതിയായിരിക്കും, അത് തന്നെയാണ് ശരാശരി, ആ സംഖ്യകളുടെ ശരാശരിയായിട്ട് വരുന്നത്. അപ്പൊ ഈ കോളത്തിലുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിപ്പോ എക്സാമ്പിളിലൂടെ പറഞ്ഞത്. ഇനി പേജ് നമ്പർ 24 ഒരു സൈഡ് ആക്ടിവിറ്റി ഉണ്ട്, കണ്ടോ? പേജ് നമ്പർ 24 സൈഡ് ആക്ടിവിറ്റി ഉണ്ട്. മലയാളം മീഡിയംകാരൻ നോക്കൂ, പേജ് നമ്പർ 24 തന്നെയാണ് തോന്നുന്നു നിങ്ങളിൽ. എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റില് ദാ ഈ വശത്താണ് വരുന്നത്, കേട്ടോ? അപ്പൊ അത് നോക്കി നോക്കൂ. ചോദ്യം എന്താണ്? ദ സം ഓഫ് 7 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് 70. എഴുതി കഴിഞ്ഞല്ലോ. യെസ്. അപ്പൊ അടുത്തത് പറയുന്നത് എന്താ? ചോദ്യം പറയുന്നത് 7 തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ തുക 70 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? എങ്കിൽ നമ്പറുകൾ ഏതൊക്കെ? തുടർച്ചയായ 7 സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് 70 ആണ് എങ്കിൽ സംഖ്യകൾ ഏതൊക്കെ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഈ പഠിച്ച സംഗതിയിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാനായിട്ട് സാധിക്കും ആൻസർ. എന്ത്? സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണ്, 7 എന്നല്ലേ തന്നിരിക്കണേ. അതുപോലെ സംഖ്യകളുടെ തുക 70 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തറിയാം? ആവറേജ് കണ്ടെത്താൻ പറ്റില്ലേ ഇതിൽ നിന്ന്? സംഖ്യകളുടെ ആകെ തുക തന്നിട്ടുണ്ട്, സംഖ്യകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ആവറേജ് എങ്ങനെ കണ്ടെത്തുക? നമ്മൾ ആൻസർ ആണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ചോദ്യം എന്താ? ഇതാണ് എഴുതേണ്ടത്. നിങ്ങൾ ചോദ്യം എഴുതേണ്ടത് ഇതാണ് കേട്ടോ. ഇത് മൊത്തം ചോദ്യം എഴുതുക, അതിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആവറേജ് is equal to ശരാശരി is equal to മലയാളം മീഡിയംകാരെ എഴുതുക. ആവറേജ് is equal to sum of numbers. സമവാക്യം നമുക്ക് ഫോർമുല അറിയാലോ. sum of numbers by total number. sum of numbers by total number. മറ്റൊരെന്ത് എഴുതണം? ആകെ തുക ബൈ എണ്ണം എന്ന് എഴുതണം കേട്ടോ. ഇതിൽ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 70 എന്ന് തന്നിരിക്കുന്നു, ആണല്ലോ. തുക തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ സംഖ്യകളുടെ എണ്ണം 7 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടി എന്ത്? 10. ഈ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സംഖ്യകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 7 നമ്പറുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. 7 സംഖ്യകളുടെ എണ്ണം 7 ആണ്. അപ്പൊ 7 നമ്പറുകൾ നമുക്ക് കോമയിട്ട് എഴുതി കാണിച്ചു കൊടുക്കണം ആൻസറിൽ. അപ്പോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആവറേജ് ആണ്. കിട്ടിയ ആവറേജ് എന്ന് പറയുന്നത് ഈ 7 സംഖ്യകളിൽ എത്രാമത്തെ സംഖ്യ ആയിരിക്കും? നടുവിലത്തെ സംഖ്യ ആയിരിക്കും, എടുക്കാൻ അല്ലേ? കാരണം എന്താ? സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് കണ്ടെത്തുന്നത് സംഖ്യകളിലെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും ആവറേജ്, അല്ലേ വരിക? അപ്പൊ നമ്പേഴ്സ് എന്നുള്ളത് എഴുതാൻ പോകണട്ടെ ഞാൻ. നമ്പേഴ്സ് is equal to എന്താണ്? എന്താ വരിക? നമ്പേഴ്സ് നടുവിലത്തെ സംഖ്യ 10 ആണ്. ബാക്കി 10 തുടർച്ചയായ സംഖ്യകളാണെന്ന് അറിയാലോ എനിക്ക്. അതെ, എത്ര സംഖ്യകൾ എഴുതണം? 7 സംഖ്യകൾ എഴുതണം. അപ്പൊ ഏതൊക്കെയായിരിക്കും നമ്പറുകൾ വരിക? ഇവിടെ 3 എണ്ണം താവണം, ഇവിടെയും 3 എണ്ണം താവണം, എന്നാലല്ലേ 7 വരുള്ളൂ. അപ്പൊ 9, 8, 7 3 എണ്ണം അപ്പുറത്തേക്ക് എഴുതി അല്ലേ? ഇനി അപ്പുറത്ത് 3 എണ്ണം എഴുതാം. 11, 12, 13. ഇതൊക്കെ എഴുതാൻ എന്താ കാരണം? സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണ്, തുടർച്ചയായ സംഖ്യകളാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സംഖ്യകളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിച്ച് ആവറേജ് അഥവാ ശരാശരി എന്നുള്ളത് കണ്ടെത്തി. ശരാശരി കണ്ടെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതാൻ പോകുന്ന 7 നമ്പറുകളാണ് എനിക്ക് കണ്ടെത്തേണ്ടത്, അല്ലേ? ആ 7 നമ്പറുകളിലെ നടുവിലത്തെ സംഖ്യ ആയിരിക്കും എന്റെ ശരാശരി അഥവാ ആവറേജ്, ആണല്ലോ. അപ്പൊ ആ നടുവിലത്തെ സംഖ്യ ആദ്യം ഇവിടെ എഴുതിയ വെച്ചു. ഇനി എന്ത് വേണം? 7 എണ്ണം വേണം മൊത്തം. അതിൽ ഒരെണ്ണേ ആയിട്ടുള്ളൂ. ഇനി 6 എണ്ണം എനിക്ക് എഴുതണ്ടേ? അപ്പൊ ലെഫ്റ്റിൽ ഒരു 3 സംഖ്യ എഴുതി, റൈറ്റിൽ ഒരു 3 സംഖ്യ എഴുതി. കാര്യം കഴിഞ്ഞു. ഇതുപോലത്തെ വരാട്ട പരീക്ഷയ്ക്ക് അപ്പൊ അത് മനസ്സിലായില്ല. ഇനി ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. കാരണം നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് കാരണം എഴുതണോ? സംഖ്യകളുടെ എണ്ണം നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്
equal to 7. 7 is an odd number. Is an odd number. Is an odd number. So average is the middle number. So average is the middle number. Average is the middle number. മലയാളം മീഡിയക്കാരൻ എന്താ എഴുതുക? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എണ്ണം 7. ഞാൻ എഴുതണില്ലേ, നിങ്ങൾ എഴുതിക്കൊള്ളൂ കേട്ടോ. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എണ്ണം സമം 7. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എണ്ണം സമം 7. ഇത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിന്റെ ശരാശരി നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ഇത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിന്റെ ശരാശരി നടുവിലത്തെ സംഖ്യ ആയിരിക്കും. ഓക്കെ. ഇനി അതിൽ തന്നെ വേറെയും ചോദ്യം ഉണ്ടല്ലോ. ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതിലെന്താണ്? The sum of 8 consecutive natural number is 92. What are the numbers? 8 തുടർച്ചയായ സംഖ്യകളുടെ എണ്ണം 92 ആണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? അപ്പൊ 8 തുടർച്ചയായ സംഖ്യകളാണ് കേട്ടോ. അപ്പൊ എഴുതിക്കൊള്ളുക. അത് സം ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് numbers is equal to എത്ര വരുന്നത്? സം ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 92. 92 number of consecutive natural numbers. Number of consecutive natural numbers. Number of consecutive natural numbers is equal to 8. The even number ആണ് കേട്ടോ. അപ്പോൾ average, therefore average is equal to നിങ്ങൾ എന്താ എഴുതുക? ആകെ തുക സമം 92. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ എണ്ണം സമം 8. ശരാശരി സമം 92. ഫോർമുല എഴുതണം കേട്ടോ നിങ്ങൾ. 92/8 that is equal to 92 നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എന്താ വരുന്നത്? 92 divides 8. 180 is 8. 4 കിട്ടി. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് കിട്ടണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടു, ഉടനടി പോയിന്റ് ഇട്ടു. സോ 5 8s are 40. എന്ത് വന്നു? 11.5. 11.5. അപ്പൊ ഇതെങ്ങനെയാണ് എഴുതുക? നടുവിലത്തെ രണ്ട് സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരിക? ഈവൺ നമ്പർ ആവുമ്പോ നടുവിൽ എഴുതുക നമ്പേഴ്സ് ഈക്വൽ ടു എന്താ വരിക? 11.5 എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകളുടെ ഇടയിലുള്ളതാ? 11ന്റെയും 12ന്റെയും ഇടയിലാണ് അല്ലേ വരിക? അല്ലേ? 10ന്റെയും 11ന്റെയും ഇടയിലാണോ 11.5 വരിക? 11.5 എന്ന് പറയുന്നത് 11.5 എന്നല്ലേ അർത്ഥം? 10ന്റെയും 11ന്റെയും ഇടയിലാ വരിക? അല്ലല്ലോ. അപ്പൊ സംഖ്യകളുടെ എണ്ണം ഈവൺ നമ്പർ ആണ് എങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കണേ? നടുവിലത്തെ രണ്ട് സംഖ്യകളുടെ ശരാശരി ആയിരിക്കും നമുക്ക് ആകെ കിട്ടുന്ന ആവറേജ്. അപ്പൊ നടുവിലത്തെ ആ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഏതൊക്കെയാ സംഖ്യകൾ വരിക? 11.5 എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകളുടെ ഇടയിലാണ് കിടക്കുക? 11ന്റെയും 12ന്റെയും ഇടയിലല്ലേ കിടക്കുക. അപ്പൊ രണ്ട് സംഖ്യകൾ ഓൾറെഡി എനിക്ക് കിട്ടി. 8 എണ്ണത്തിലെ രണ്ട് സംഖ്യകൾ കിട്ടി. ഇനി ഇപ്പുറത്തെ എത്ര സംഖ്യ എഴുതണം, അപ്പുറത്തെ എത്ര സംഖ്യ എഴുതണം എന്നേ അറിയേണ്ടത്. ഇപ്പുറത്തെ എത്ര സംഖ്യ എഴുതേണ്ടി വരും?
എത്രയാ വരിക? പെട്ട് ഒന്നായിണ്ട്. എത്രയാണ് എഴുതേണ്ടി വരിക? ഇപ്പുറത്തെ എത്ര സംഖ്യ, അപ്പുറത്തെ എത്ര സംഖ്യ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. എന്താ വരിക? എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾ എങ്ങനെയാണ് എഴുതുക? തുടർച്ചയായ 8 ഒറ്റ സംഖ്യ അല്ല 8 തുടർച്ചയായ സംഖ്യകളെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെ എഴുതാ? 10 9 എത്ര സംഖ്യയായി? 4 സംഖ്യ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ എഴുതി നോക്കി നോക്കാം. 13 14 എത്ര സംഖ്യ ആയിട്ടുള്ള? 1 2 3 4 5 6. ഇവിടെ ഒന്നും കൂടി വേണ്ടേ? 7. ഇവിടെ ഒന്നും വേണ്ടേ? 8. ഇത്രയും സംഖ്യകളല്ലേ വരിക? 1 2 3 4 5 6 7 8. നമ്മൾ എടുക്കുന്ന രണ്ട് സംഖ്യകളുടെ അപ്പുറത്തും തുല്യമായിരിക്കുന്ന സംഖ്യകൾ. ഇവിടെയും 3 എഴുതണം, അവിടെയും 3 എഴുതണം. ഇതെങ്ങനെ ഈ 11 12 എനിക്ക് കിട്ടിയേ? ആവറേജ് എനിക്ക് 11.5 ആണ് കിട്ടിയത്. 11.5 എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകളുടെ ഇടയിലാണ് വരിക നോക്കുക. 11ന്റെയും 12ന്റെയും ഇടയിലാണ് വരിക. അപ്പൊ അത് ആ രണ്ട് സംഖ്യകൾ ആദ്യം എഴുതും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 എഴുതി, റൈറ്റ് സൈഡിലും തുടർച്ചയായിട്ടുള്ള 3 എഴുതി. അപ്പൊ സംഖ്യകൾ കിട്ടിയത് 8 9 10 11 12 13 14 15. ഇതാണ് സംഖ്യകൾ വരിക. അപ്പൊ ഇതുപോലത്തെ കുറച്ച് സംഖ്യകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അതിൽ ഒന്നുകൂടെ ഉണ്ട്. Can the sum of 9 consecutive numbers be 58? എന്താ ചോദ്യത്തിന്റെ അർത്ഥം? തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 ആകുമോ? സംഖ്യകളുടെ എണ്ണം 9 ആണ് അല്ലേ? 9 ആണ് എങ്കിൽ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടുന്നത് നമ്മുടെ നടുവിലത്തെ സംഖ്യ ആയിരിക്കില്ലേ? അപ്പൊ ഇതിലെ സംഖ്യകളുടെ തുക എത്ര കിട്ടിയിരിക്കുന്നത്? 58 ആണ്. 9ന്റെ ഗുണനപ്പട്ടികയിൽ 58 ഉണ്ടോ? ഉണ്ടാവണം, കാരണം കറക്റ്റ് സംഖ്യ കിട്ടണ്ടേ നമുക്ക്. ഇത് കഴിഞ്ഞോ എല്ലാവരുടെയും? ചോട്ടെ. ഓക്കെ, അപ്പൊ ഒരു സംഖ്യ കൂടെ, സംഖ്യകളുടെ എണ്ണം 9 ആണ്, അവയുടെ തുക 58 ആണ്. അപ്പോൾ നമുക്ക് തുക ബൈ എണ്ണമാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പൊ ആവറേജ് കിട്ടുമ്പോ നിങ്ങൾ എഴുതാൻ വരട്ടെ കേട്ടോ. ആവറേജ് എന്നുള്ളത് കിട്ടുമ്പോ ആവറേജ് ഈക്വൽ ടു എന്താ വരിക? തുക ബൈ എണ്ണം അല്ലേ? ആകെ തുക എത്രയാണ് കിട്ടിയിരിക്കുന്നത്? എന്താ വരുന്നത്? ആകെ തുക 58 ബൈ 9 ആണ് വരുന്നത്. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് നമ്പർ തന്നെ കിട്ടണം, അല്ലാണ്ട് പോയിന്റ് ആയിട്ടൊന്നും കിട്ടാൻ പാടില്ല. കാരണം സംഖ്യകളുടെ എണ്ണം ഓഡ് നമ്പർ ആണ്. അപ്പൊ നടുവിലത്തെ സംഖ്യ ഒന്നല്ല എനിക്ക് കിട്ടേണ്ടത്. ഈവൺ നമ്പർ ആണെങ്കിലേ നമുക്ക് 0.5 പോലെയുള്ള സംഖ്യകളുടെ ആവറേജ് കിട്ടുള്ളൂ. ഇത് ഓഡ് നമ്പർ ആകുമ്പോൾ കറക്റ്റ് സംഖ്യ തന്നെ കിട്ടണം. ഇവിടെ കിട്ടുമോ? 9ന്റെ ടേബിളിൽ 58 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 വരില്ല എന്നുള്ളത് തന്നെ നമുക്ക് എഴുതേണ്ടി വരും. അപ്പൊ അത് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എന്താ എഴുതേണ്ടി വരിക? ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമ്മൾ എന്തെഴുതും? തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത് വരില്ല എന്ന് എഴുതണം. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 വരില്ല. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് എന്താ എഴുതുന്നത്? The sum of 9 consecutive numbers is not 58. Sum of ഇതുപോലെ ആവറേജ് is equal to എന്ന് എഴുതിയിട്ട് അവസാനം എഴുതണം sum of, ചോദ്യത്തിൽ എഴുതി അതേപോലെ തന്നെ sum of 9 consecutive natural numbers is not 58. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 വരില്ല എന്ന് പറഞ്ഞിട്ടാണ് മലയാളം മീഡിയം അറിയേണ്ടത്. തുടർച്ചയായ 9 എണ്ണൽ സംഖ്യകളുടെ തുക 58 വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ലെസൺ ഏകദേശം നമ്മുടെ കഴിഞ്ഞു. നമ്മൾ ഒരുവിധം സൈഡ് ആക്ടിവിറ്റീസ് ചെയ്തു. അപ്പോൾ ഈ ലെസണിൽ പ്രധാനമായിട്ടും ആവറേജ് ആയിരുന്നു. അതിൻ്റെ ഫോർമുല സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ, ശരാശരി ആകെ തുക ബൈ എണ്ണം. ഇത് ഫോർമുല മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലെസൺ
ചെയ്തത് അല്ലേ? കുറച്ച് വേർഡ് പ്രോബ്ലംസേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലെസൺ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു.